ഒരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്തുന്നതിന് മുസ്ലിം വ്യക്തിനിയമം അനുസരിച്ച് പുരുഷന് അനുവാദമുണ്ട്. മറ്റൊരു വിവാഹം നടത്തുന്നതിനുള്ള ഈ അനുവാദം ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. എന്നാൽ ഈ വ്യവസ്ഥകൾ പാലിക്കാതെയും ഇത്തരത്തിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണം ഇത്തരം ദുരുപയോഗം തടയുന്നതിന് സഹായകരമാണ്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹത്തെ ആദ്യ ഭാര്യ എതിർത്താൽ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്നും വിഷയം സിവിൽ കോടതിയുടെ തീർപ്പിന് വിടണമെന്നും കോടതി. കണ്ണൂർ സ്വദേശിയായ വ്യക്തിയുടെ ആദ്യ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നതും ആ വിവാഹത്തിൽ 2 കുട്ടികളുള്ളതുമാണ്. ഈ വിവാഹം നിലനിൽക്കെ 2017 രണ്ടാമതൊരു വിവാഹം നടത്തുകയുണ്ടായി. രണ്ടാം വിവാഹത്തിലെ കുട്ടികളുടെ ഭാവിക്കും ഭർത്താവിന്റെ സ്വത്തുക്കളിൽ രണ്ടാം ഭാര്യയ്ക്കും അതിലുള്ള കുട്ടികൾക്കും കൂടി അവകാശം ലഭിക്കുന്നതിന് വേണ്ടി നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി പഞ്ചായത്തിനെ സമീപിച്ചു. എന്നാൽ രജിസ്ട്രേഷൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ മാൻഡമസ് റിട്ട് ഫയൽ ചെയ്തു. പരാതിയിൽ മുസ്ലിം മതാചാരപ്രകാരം ജീവിക്കുന്നവരാണെന്നും ഒരു മുസ്ലിം പുരുഷന് ഒരേ സമയം 4 ഭാര്യമാരാകാമെന്നും അതുകൊണ്ട് തന്റെ രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്ത് തരുന്നതിന് ഡയറക്റ്റ് ചെയ്യണമെന്നും ബോധിപ്പിച്ചു. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണനാണ് കേസ് പരിഗണിച്ചത്. ഈ കേസിൽ കോടതി ജുബൈരിയ വൈസ് സൈദലവി, ഹുസൈൻ വൈസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നീ കേസുകൾ റഫർ ചെയ്യുകയുണ്ടായി. വിഷയം വിശദമായി കേട്ട കോടതി ആദ്യ ഭാര്യയുടെ വാദം കേട്ട ശേഷം മാത്രമേ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകാൻ രജിസ്ട്രാർ തീരുമാനമെടുക്കാവൂ എന്ന് വ്യക്തമാക്കുകയുണ്ടായി. രണ്ടാം വിവാഹം എതിർക്കുന്നതിൽ സ്ത്രീകളുടെ വൈകാരികത അവഗണിക്കാൻ കഴിയില്ല. കൂടാതെ കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിഷയം രണ്ടാം വിവാഹത്തിന് ആദ്യ ഭാര്യയുടെ സമ്മതം ആവശ്യമാണ് എന്ന വിഷയത്തിൽ വേദഗ്രന്ഥം എതിർക്കുന്നുമില്ല എന്നതാണ്. ഖുർആനും ഹദീസും, പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ഫെയർനെസ്, ട്രാൻസ്പറൻസി തുടങ്ങിയ വിഷയങ്ങൾ വൈവാഹിക ബന്ധത്തിൽ ഉണ്ടാകണമെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഭാര്യമാർക്കിടയിൽ തുല്യനീതി നൽകാൻ കഴിയുമെങ്കിൽ മാത്രമേ മുസ്ലിം പുരുഷന് ഒന്നിലധികം വിവാഹം അനുവദിച്ചിട്ടുള്ളൂ. പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ടാമതൊരു വിവാഹം മുസ്ലിം പുരുഷൻ അനുവദിക്കുന്നുണ്ടെങ്കിലും രണ്ടാം വിവാഹ സമയത്ത് ആദ്യ ഭാര്യ ഒരു സൈലന്റ് സ്പെക്ടേറ്റർ ആയിരിക്കാൻ കഴിയില്ല. റൂൾ 2008 പ്രകാരം രണ്ടാമതൊരു വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യ ഭാര്യയെ കൂടി കേൾക്കേണ്ടതാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് സുപ്രീമാണെന്ന് ബോധ്യമുണ്ടാകണം. ആദ്യ ഭാര്യയുടെ എതിർപ്പ് പരിഗണിച്ച് വിഷയം സിവിൽ കോടതിക്ക് വിടേണ്ടതാണ്. മതനിയമങ്ങൾ പരിഗണിക്കുമ്പോഴും ഭരണഘടനയാണ് മുകളിലെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികളിൽ ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യയുടെ വാദം കേൾക്കേണ്ടതുണ്ട്. എതിർപ്പുള്ള പക്ഷം കോമ്പീറ്റന്റ് കോടതിയെ സമീപിച്ച് രണ്ടാം വിവാഹത്തിന്റെ വാലിഡിറ്റി നിശ്ചയിക്കാവുന്നതാണ്. എന്നാൽ തലാഖിന് ശേഷമാണെങ്കിൽ ആദ്യ ഭാര്യയെ കേൾക്കേണ്ടതില്ല, അതിനായി നോട്ടീസ് അയക്കേണ്ടതുമില്ല. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.